യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ അല്പം കുഴപ്പമാണ് എന്ന് സൈനിക മേധാവി പറഞ്ഞതിന് ശേഷം ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതിരോധ മന്ത്രിമാർ കൂടിക്കാണാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് മോസ്കോയിലാണത്. ഷാങ്ഹായി സഹകരണ ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്താമെന്ന ചൈനയുടെ ക്ഷണം ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് അടുത്ത അരമണിക്കൂർ. അതിനു മുൻപ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ വന്നിരുന്നു, അതിലേക്കും വരേണ്ടതുണ്ട്. അതിനു മുൻപ് KV തോമസ്, ഇന്റലിജൻസ് ബ്യൂറോ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, അദ്ദേഹം നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരും. ഒപ്പം കേണൽ S. ഡിന്നി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പ്രധാന പങ്കാളിത്തവും വഹിക്കും. അത് നമുക്ക് ശ്രീ കേണൽ ഡിന്നിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഡിന്നി, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച വൈകുന്നേരം നടക്കുന്ന സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി അതിർത്ത് സംഘർഷഭരിതമാണ്. അവിടെ ചർച്ചകൾക്കുള്ള പലതരത്തിൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിൽ പോലും കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും ഇതുപോലെ തന്നെ സമാധാനം കൈവരിക്കുന്നതിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചർച്ചകൾ ഫലവത്താകുമോ എന്ന രീതിയിലുള്ള ചില ആശങ്കകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം ആ തരത്തിൽ ചർച്ചകൾ കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് മാറുകയാണ്. എങ്ങനെ കാണണം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ? താങ്കൾ പറഞ്ഞ പോലെ വളരെ ശരിയാണ്. മുമ്പും കുറെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറിയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്റെ ഒരു കാഴ്ചപ്പാടില് രണ്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് 29-30 ഇന്ത്യൻ സൈന്യം ഒരു പ്രോ ആക്റ്റീവ് ഓപ്പറേഷന്റെ ഭാഗമായി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ, അതായത് സൗത്ത് ബാങ്ക് ചുഷൂലിന്റെ ഏരിയയിലുള്ള കുറച്ച് ഭാഗങ്ങളിൽ നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നമ്മുടെ പ്രദേശത്ത് തന്നെ അവിടെ നമ്മൾ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അത് ചൈനീസിനെ സംബന്ധിച്ചോളം വളരെ തന്ത്രപരമായിട്ടുള്ള പ്രദേശമാണ്. അത് അവർക്ക് അവിടെ നമ്മൾ ഇരിക്കുന്നത് ഒരിക്കലും അവർക്ക് അത് എഗ്രി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇപ്പൊ നടന്നിട്ടുള്ളത് പറഞ്ഞാൽ ഈ ചൈന ചെയ്ത പോലുള്ള ഒരു ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് കോ നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാരിറ്റി വന്നിരിക്കുകയാണ് ഒന്നാമത്. രണ്ടാമത്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു ഏറ്റവും ഉന്നത തലത്തിലുള്ള ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ടോക്സ് ഇതുവരെ നടന്നിട്ടില്ല. എല്ലാം ഡിപ്ലോമാറ്റിക് അൺഒഫീഷ്യൽ ആയിട്ടുള്ളതും പിന്നെ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പും അല്ലെങ്കിൽ മിലിറ്ററി ലെവലിലുള്ള ടോക്സ് മാത്രമാണ് നമ്മൾ നടന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ രക്ഷാമന്ത്രിയും ഫോറിൻ മിനിസ്റ്ററും തമ്മിലുള്ള ഒരു ചർച്ച ലെവലിലോട്ടും പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിൽ പോകണ്ട എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, പ്ലസ് നമ്മൾ ഗ്രൗണ്ടിൽ ഇപ്പൊ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് ചൈന കുറച്ച് കമ്പലായിരിക്കും എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അത് ചൈനയുടെ ക്ഷണമായിരുന്നു. ഇങ്ങോട്ട് ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ആ തരത്തിൽ നമ്മളെ ക്ഷണിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും? അത് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന്, അവര് ഒരിക്കലും ഇങ്ങനെ ഒരു മുൻകൈ എടുത്ത് ഇത്രയും ഏരിയയിൽ നമ്മൾ ചെന്ന് ഓക്യുപ്പൈ ചെയ്യുന്നുള്ള ഒരു വിചാരം അവർക്ക് ഇല്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഈ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ചൈന ഒരു മെസ്സേജിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇത്രയും 2-3 മാസമായിട്ട് അവർ ചെയ്യുന്നത്. അപ്പൊ അതിന് പല സ്ട്രാറ്റജിക് അനാലിസിസ്, പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി അവർ അടുത്തത് എന്ത്, ഇനി ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലെന്ന് അവർക്കും അറിയാം. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു എക്സിറ്റ് ആയിട്ട് ഇവിടുന്ന് പോകണം, എക്സിറ്റ് സ്ട്രാറ്റജി വേണം. അപ്പൊ അതിന് അവരുടെ മുഖമൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ, അവർക്ക് നാണക്കേടൊന്നും വരാത്ത രീതിയിൽ ഒന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ നിന്നത്. ആ സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന്, അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അവർ ഇപ്പം ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനിയും കൂടുതൽ നാണക്കേടുണ്ടാവും. അതുമാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്, പല തവണത്തേക്കാളൊക്കെ അപ്പുറം നമ്മുടെ പ്രതിരോധം ഇത്തവണ കുറച്ചുകൂടി ശക്തമായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ ഒരു അവർ ഈ ഇങ്ങനത്തെ ഒരു കോൺസിക്വൻസസ് വരുമെന്ന് അവർ ആന്റിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നു. അവർ വിചാരിച്ചത് ഓക്കെ, എല്ലാ തരത്തും പോലെ ഒരു ബോർഡർ ഇഷ്യൂ ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ടേംസിൽ അവർ തിരിച്ചു പോയോ അല്ലെങ്കിൽ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യാന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഭാരതം ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞ്, അതും കഴിഞ്ഞൊരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലോകരാജ്യങ്ങളിൽ തന്നെ അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ, ഇപ്പൊ US ഒക്കെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറ്റാനൊക്കെ ഉള്ള ശ്രമം നടത്തുന്നൊക്കെ രീതിയിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് നഷ്ടവും, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് ഇവിടുന്ന് ഇനിയും ഒരു നാണക്കേട് ഉണ്ടാവും എന്നുള്ള ഒരു ബോധം അവർക്ക്. നമ്മൾ അത്ര ശക്തമായി ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ പുതുതായി എന്ത് കാരണം ഉണ്ടാകാം? കാരണം കഴിഞ്ഞ പല തവണയും നമ്മൾ ആ തരത്തിൽ ചൈനയുടെ വിഷയങ്ങൾ വന്നപ്പോൾ അല്പം പുറകോട്ട് മാറേണ്ടി വന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതൊക്കെ അപ്രതീക്ഷിതമായതുകൊണ്ടാണോ? നമുക്ക് പുതുതായി എന്ത് സംഭവിച്ചു ഇത്രയധികം ധൈര്യത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ?
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെ കാപ്പബിലിറ്റി വൈസ് നമുക്ക് മാറ്റങ്ങളുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ 62 സൈന്യം അല്ല ഇപ്പോഴത്തെ സൈന്യം. അതുപോലെ തന്നെ ഇപ്പൊ സൈന്യം എന്ന് പറഞ്ഞാൽ വെറും ആർമി മാത്രമല്ല, എയർഫോഴ്സ് ആയാലും ശരി, നേവി ആയാലും ശരി, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ തന്നെ ആയാലും ശരി, പല കാര്യങ്ങളിലും നമുക്ക് ഇപ്പൊ മൗണ്ടൻ സ്ട്രൈക്ക് കോർ ഉണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കാപ്പബിലിറ്റി വൈസ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ വില്ലാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ ഏത് ഫോഴ്സസ് ആയാലും ശരി അവർക്ക് അതിന് അക്കോർഡിംഗ്ലി അവർക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ ഈ പൊളിറ്റിക്കൽ വില്ലിന്റെ ഭാഗമായിട്ട് തന്നെ സൈന്യത്തിന്റെ മാത്രമല്ലാതെ പല കാര്യങ്ങളിൽ നമ്മൾ ചൈനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരു മറുപടി എന്നുള്ള നിലയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഈ എക്കണോമിക് ആസ്പെക്ട്സ് ആയാലും ശരി, ഈ ക്വാഡിനെ കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളായാലും ശരി, നമ്മൾ സൗത്ത് ചൈന സീയിൽ നമ്മുടെ നേവലിന്റെ കാര്യങ്ങൾ, നേവിയുടെ ഷിപ്സ് ഒക്കെ പോകും. അപ്പൊ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഈ ഒരു എന്താ പറഞ്ഞ ഒരു പ്രഷറാണ് ഇന്ന് ചൈനയ്ക്ക് മുമ്പ് കാണാത്ത രീതിയിലുള്ള അവർക്ക് ആ രീതിയിൽ വന്നത്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടെ, ചൈന എപ്പോഴും സ്ട്രെങ്തിനെ, അതായത് നമുക്ക് ശക്തി അവർ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മൾ ഒന്നിച്ച് താന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ പറയുന്നത് തലയിൽ കയറാന്നുള്ള രീതിയിലുള്ള നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന്, അത് എപ്പോഴൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. 67 ഇന്ത്യൻ ആർമി അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ അവരവരോട് തിരിച്ചുപോയി. അതുപോലെ തന്നെ പിന്നെയും ദോക്ലാമിലും അവർ അവിടുന്ന് 73 ദിവസമായിട്ട് അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ അവർ തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള സ്റ്റോറീസുള്ള പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോഴും അവർക്ക് വിചാരിച്ച് അവർ എന്താ പറഞ്ഞ ഒരു ഹുലിഗനിസം പോലത്തെ ഒരു രീതിയിൽ ഒരു എല്ലാം ഞങ്ങളാണ് സുപ്പീരിയർ എന്നുള്ള രീതി കാണിച്ചിട്ട് തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തി. പക്ഷെ അത് പറ്റിയില്ല. അതുപോലെ തന്നെ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗൽവാനിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് അവർ ചെയ്തതായിട്ട് വരുന്നതല്ല, പക്ഷെ അവർ തുടങ്ങി വെച്ചപ്പോൾ പിന്നെ അതിന് അവർക്കും കാഷ്വാലിറ്റീസ് ഉണ്ടായി. അതിനകത്ത് ചൈനീസിന്റെ അകത്ത് തന്നെ അവർക്ക് അതിന്റെ ക്രിറ്റിസിസം വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ അവസാനം നമ്മുടെ സൈന്യം പ്രൊആക്റ്റീവായിട്ട് ഇങ്ങനത്തെ ഇത്രയും മലമുകളിൽ ഒക്യുപ്പൈ ചെയ്ത് അത് ഒരിക്കലും ചൈനയ്ക്ക് ഒരിക്കലും അത് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളാവും എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടായി കാണാം. തീർച്ചയായും. ശ്രീ കെ വി തോമസ്, പ്രധാനപ്പെട്ട 1-2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രകോപനമുണ്ടാക്കിയത് ചൈനയാണ്. നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ ഭൂമി പിടിച്ചെടുക്കാനോ മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാനോ ഒന്നും പോയില്ല. അവർ പ്രകോപനമുണ്ടാക്കി. അതിനുശേഷം അവർ തന്നെ ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ ആദ്യം രാവിലെ വന്ന വാർത്തകൾ, ചർച്ചയ്ക്ക് ഇന്ത്യ അത്ര പെട്ടെന്ന് തയ്യാറാകുന്നില്ല. കാരണം പ്രകോപനം അവസാനിപ്പിക്കട്ടെ, നമ്മളെ ആക്രമിക്കാൻ വന്നവരെ നമ്മൾ ആ തരത്തിൽ കൈകാര്യം ചെയ്യും, നമ്മൾ തിരിച്ചടിക്കും. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമ്മുടെ സൈന്യം കാര്യമായ രീതിയിൽ അവിടെ ജോലി ചെയ്തു. അവർ പിടിച്ച, ചൈന ആക്രമിച്ച അല്ലെങ്കിൽ ചൈന പിടിച്ചെടുത്ത പല കാര്യങ്ങളും തിരിച്ചുപിടിക്കുകയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ മുന്നേറുകയും ചെയ്തു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പുതിയ കാര്യം കൂടിയാകുന്നു. ആ സാഹചര്യത്തിൽ നമ്മളോട് ചർച്ച നടത്താൻ തയ്യാറാകുന്നു ചൈന, നമ്മുടെ രാജ്യത്തോട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന ഈ പുതിയ കാര്യങ്ങൾ, പുതിയ കാഴ്ചപ്പാട് എന്തു മാറ്റമാണ് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുക? ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ അയൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൈന നടത്തിയ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ പ്രദേശത്ത് ചൈന നടത്തിയ അതിക്രമത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും വിലയിരുത്തേണ്ടതും. യാതൊരുവിധ പ്രകോപനവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഗൽവാൻ വാലിയിൽ ചൈന നടത്തിയ അതിക്രമത്തിന്റെ ഫലമായി രണ്ടു ഭാഗത്തും കാഷ്വാലിറ്റീസ് ഉണ്ടായി. പക്ഷേ ഇന്ത്യയുടെ വളരെ തന്ത്രപ്രധാനമായ ചില പ്രദേശത്ത്, പാങ്കോങ് നദിയുടെ താഴ്വരയുടെ ഒരു പ്രദേശത്ത്, വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്ത് അവർക്ക് കുറെ ഏരിയ ഒക്കുപ്പൈ ചെയ്യുവാൻ സാധിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി. ഇതുപോലുള്ള നയപരിപാടികളുമായി ചൈനീസ് ഭരണകൂടം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കർക്കശമായിട്ടുള്ളൊരു നിലപാട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏതെല്ലാം തലങ്ങളിൽ ഉണ്ടാകുമോ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ചൈനയ്ക്കായിരിക്കും എന്ന് പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചു. സാർ, ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. സാറിന്റെ ആ ഒരു ഫ്രെയിം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ശരിയാക്കണം. താങ്കളെ വിളിക്കും ഇപ്പോൾ അല്പസമയത്തിന് തന്നെ അവിടേക്ക്. ശ്രീ ഡിന്നി, അത് ഈ പ്രധാനപ്പെട്ട 1-2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നമുക്കൊരു വല്ലാത്ത രീതിയിലുള്ള മാറ്റം നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയുടെ ഒരു വലിയ പിന്തുണ ഈ വിഷയം വന്നപ്പോൾ അമേരിക്ക പറഞ്ഞത്
കോവിഡ് വ്യാപനത്തിൽ ലോകത്തെ വല്ലാത്ത രീതിയിൽ കുഴപ്പത്തിലാക്കിയത് ചൈനയാണ്. അത് മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായ ലഡാക്കിൽ അത്തരത്തിൽ ആക്രമണം നടത്തുകയും ലഡാക്ക് അത്തരത്തിൽ സൈനിക വിന്യാസം നടത്തുകയും ലോക ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അത് അവരുടെ വീഴ്ച മറച്ചുവെക്കാനാണ്. അവിടെ ഇന്ത്യക്കുള്ള പിന്തുണ ചൈന എപ്പോഴും അസന്നിഗ്ധമായി അമേരിക്ക വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി കാണേണ്ടതുണ്ട്. അതൊക്കെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ചൈനയെ ലോകരാജ്യങ്ങൾക്കിടയിൽ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും വേണ്ടേ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ശ്രീരഞ്ജിത്ത്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം കോവിഡ് ഈ ഒരു വുഹാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് തന്നെ ലോകത്തെ എല്ലായിടത്തും ചൈനയ്ക്ക് ഒരു ബാക്ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ അടുത്ത് വളരെ നല്ല രീതിയിലുള്ള റിലേഷൻസ് ഉള്ള കൺട്രീസിൽ വരെ ചൈനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബാക്ക്ലാഷ് ഉണ്ടാവാൻ തുടങ്ങി. അതായത് ഈ കോവിഡ് വരാനും അത് വുഹാൻ വൈറസ് എന്നും ചൈന വൈറസ് എന്നൊക്കെയുള്ള പേര് വരെ കൊടുത്ത് അങ്ങനത്തെ ഉള്ള രീതിയിൽ അത് ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് വാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഈ കോവിഡ് വരാനുള്ള കാരണം. അപ്പം അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നപ്പോഴാണ് ചൈന ഇന്ത്യയുടെ അതിർത്തിയിലായിട്ടുള്ള ലഡാക്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ മുൻകൈയെടുത്തത്. അത് പല തിയറീസ് ഉണ്ട്. അതായത് അവര് ഇങ്ങനൊന്നും വിചാരിച്ച് അല്ല അവർ തുടങ്ങിയത്, പക്ഷെ അത് അങ്ങനെ പോയി അത് അങ്ങനെ ഈ ലെവലിൽ എത്തി എന്നുള്ള ഒരു വിലയിരുത്തൽ വരെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവര് പണ്ടെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ആക്ഷൻസ് അവിടെ എടുത്തു. അതായത് അവരെ വലിയ ട്രൂപ്സ് അങ്ങോട്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ രീതിയിൽ നിന്നിട്ട് ഒരു ചർച്ച നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഗൽവാൻ താഴ്വരയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയും അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ സൈനികരും അപ്പുറത്തെ സൈനികരും അവരും കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇന്ത്യൻ പബ്ലിക്കിൽ ഒരു വലിയ ഒരു രീതിയിലുള്ള ഒരു പബ്ലിക് ഔട്ട്ക്രൈ അല്ലെങ്കിൽ അവരെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്തു. അങ്ങനെയൊക്കെ നിന്നപ്പോഴും ലോകത്ത് എപ്പോഴും ചൈനയ്ക്ക് ഈ ഒരു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചൈനയുടെ അഗെയിൻസ്റ്റ് ഒരു ബാക്ക്ലാഷ് ലോകത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 1.3 ബില്യൺ ആളുകളെയും കൂടെ അവരെങ്ങനെയാണ് ശത്രു ആക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് വരെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇന്ത്യ ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ഈ ചൈനയ്ക്ക് ഉള്ളിൽ തന്നെ ഇതിനെക്കുറിച്ച് വലിയൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലവർ ഇതിനകത്ത് ഒട്ടും യോജിക്കാത്ത ആളുകളുണ്ട്. അപ്പം ആ ഷീ ജിൻപിങ്ങിനായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അപ്പം താങ്കളുടെ ഇതൊരു വിലയിരുത്തൽ ശരി തന്നെയാണ്. അതായത് ഈ ഒരു ലോകത്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നടക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ബാക്ക്ലാഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇന്ത്യ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും പണ്ടെങ്കും ഇല്ലാത്ത ഒരു സപ്പോർട്ട് ഇന്ന് ഇന്ത്യക്കും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അത് അമേരിക്ക ഏറ്റവും വളരെ ഓപ്പൺ ആയിട്ടും, ഫ്രാൻസ് ആയാലും ശരി, നമ്മൾ ഏതൊരു ഓസ്ട്രേലിയ ആയാലും ശരി, ഇപ്പൊ ഓസ്ട്രേലിയ ഇങ്ങോട്ട് വന്ന് പറയാണ് ഞങ്ങളെയും കൂടെ ക്വാഡിൽ പങ്കു ചേർക്കൂ എന്നുള്ളത്, ജപ്പാൻ ആയാലും ശരി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇത്രയും നല്ല ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് മുൻപെങ്കും കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയണം. തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് സുപ്രധാനമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ശ്രീ KV തോമസും കേണൽ S. ഡിന്നിയും തുടരുന്നുണ്ട്. ചൈന ഇന്ത്യ അതിർത്തി തർക്കം, അതുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് വൈകുന്നേരം നടക്കും. പ്രതിരോധ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാണും. മോസ്കോയിലാണ് കൂടിക്കാഴ്ച. KV തോമസ് തുടരുന്നു. ശ്രീ KV തോമസ്, താങ്കൾ നേരത്തെ തുടങ്ങിവെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടായ മാറ്റം, അമേരിക്കയുടെ പിന്തുണ, ഒപ്പം ചൈനയെ നമുക്ക് ആ തരത്തിൽ മറുപടി കൊടുക്കാം എന്നുണ്ടായ ആത്മവിശ്വാസം, അതൊക്കെ വലിയ ഘടകങ്ങളല്ലേ ഇപ്പോഴത്തെ ഈ ചർച്ചയ്ക്ക് ചൈന ഇങ്ങോട്ട് വന്ന് ആഭിമുഖ്യമുണ്ടാക്കിയതിന്റെ പിന്നിൽ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്തർദേശീയ തലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള പിന്തുണയ്ക്ക് ഉപരിയായി തന്നെ പ്രതിരോധ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് തലത്തിൽ നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അഥവാ ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് പാൻഗോങ് നദീതീരത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നമുക്കൊരു മേൽക്കോയ്മ നേടാൻ സാധിച്ചു എന്നുള്ളത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്. ഒരുപക്ഷെ 15,000-16,000 അടി ഉയരത്തിലുള്ള വളരെ അതിപ്രധാനമായിട്ടുള്ള ചില ഭാഗങ്ങളിൽ ടെങ്സിങ്, അതുപോലെ തന്നെ റെങ്ജിങ് മലനിരയുടെ ഉയർപ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ പാൻഗോങ് തടാകത്തിന്റെ വടക്കൻ മേഖലകളിൽ ഫിംഗർ പോയിന്റ് 4 തൊട്ട് 8 വരെ 8 കിലോമീറ്റർ പ്രദേശത്ത് ഇപ്പോഴും ചൈനയുടെ മേൽക്കോയ്മയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ പാൻഗോങ് താഴ്വരയുടെ തെക്ക് ഭാഗത്ത് ഏകദേശം 16,000-18,000 അടി ഉയരത്തിലുള്ള പ്രദേശത്ത് ഇപ്പോൾ നമ്മൾക്ക് തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ മേൽക്കോയ്മ സാധിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പാൻഗോങ് താഴ്വരയുടെ വടക്കൻ പ്രദേശങ്ങളിലുള്ള 8 കിലോമീറ്റർ ഭാഗത്ത്, ലൈൻ ഓഫ് കൺട്രോളിന്റെ 8 കിലോമീറ്റർ ഭാഗത്ത് ചൈനയ്ക്ക് സ്വാധീനമുണ്ട് എങ്കിൽ തന്നെയും ചുചൂൾ മേഖലയിൽ നിന്നും നമ്മുടെ സൈന്യത്തിന് അല്ലെങ്കിൽ എയർഫോഴ്സിന് ഏത് അവസരത്തിലും
ചൈനീസ് നീക്കങ്ങൾ PLA-യുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ അല്ലെങ്കിൽ അവരുടെ മിലീഷ്യയുടെ പീപ്പിൾസ് മിലീഷ്യയുടെ മൂവ്മെന്റ് വാച്ച് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു നേട്ടമാണ്. ഈ ഒരു തന്ത്രപ്രധാനമായ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കണം ഇനി നമ്മുടെ മുന്നോട്ടുള്ള ചർച്ചകൾ. ഒരുപക്ഷെ അജിത് ഡോവൽ, ഇതിന്റെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന അജിത് ഡോവൽ, പ്രതിരോധ മന്ത്രിയുണ്ട്, വിദേശകാര്യ വകുപ്പിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ ഡിഫൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ ചൈനയ്ക്ക് അതിൻ്റെതായ ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് നേരത്തെ കാശ്മീരിലുണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ചൈനയെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ചൈനയെ ഒരു അക്രോസ് ദ ടേബിൾ ചർച്ചയ്ക്ക് തയ്യാറാക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ പ്രധാനമായി കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നതനുസരിച്ച് തന്നെ നമ്മളുടെ സൈന്യത്തിന് അവിടെ ഒരു മേൽക്കോയ്മ സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ റെഗുലറായിട്ടുള്ള പട്ടാള സേനയല്ല അവിടെ ആക്രമണം നടത്തിയത്. 1962 ചൈനീസ് ആക്രമണത്തിന് ശേഷം ഇന്റലിജൻസ് ബ്യൂറോയും റിസർച്ച് ആൻഡ് അനാലിസിസ് ഇതും അമേരിക്കയിലെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും രൂപാന്തരം നൽകിയ ഒരു ഗറില്ല ടൈപ്പ് ഫോഴ്സ് ടിബറ്റൻ റെഫ്യൂജീസിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള SSF സ്പെഷ്യൽ സർവീസസ് ഫ്രോണ്ടിയർ ഫോഴ്സ് ആണ് ഇതിന് മുന്നേറ്റം നടത്തിയത്. ടിബറ്റൻ റെഫ്യൂജീസ് ഈ തന്ത്രപ്രധാനമായ പാങ്കോങ് താഴ്വരയുടെ വടക്ക് കിഴക്കിന്റെ തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചടക്കിയത് ഈ പ്രധാനപ്പെട്ട ഈ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിന്റെ പ്രസൻസ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ചൈനയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് അഥവാ ഇന്ത്യയുടെ നയതന്ത്ര വിഭാഗത്തിനും ഒരു മേൽക്കോയ്മ സൃഷ്ടിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ചൈനയ്ക്ക് ചർച്ചകളുമായി മുന്നോട്ട് വരാതെ മറ്റൊരു വഴിയില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചില ഫോഴ്സുകളുടെ ശക്തി അത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട അവരുടെ പരിചയമായിരിക്കാം, അവർ നേരത്തെ അവിടെ പ്രവർത്തിച്ചിട്ടുള്ള അവരുടെ ആ രീതിയിലുള്ള അവരുടെ വല്ലാത്ത രീതിയിലുള്ള അവർക്ക് അവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അവരുടെ ഒരു ധാരണയായിരിക്കാം. സാങ്കേതികമായി ചൈന എത്ര മുന്നിലാണെങ്കിൽ പോലും നമ്മുടെ സൈന്യത്തിന്, നമ്മുടെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് സൈന്യത്തിൻ്റെ തന്നെ അവർക്ക് അവിടെ ആ മേഖലയിലുള്ള പരിചയം, അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുള്ള ഒരു രീതിയൊക്കെ വലിയ രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. എത്ര സാങ്കേതികത്വത്തിൻ്റെ മുകളിൽ ഈ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് വലിയ ഘടകമായി അവരെ തുരത്താൻ എന്നും കരുതേണ്ടേ? വളരെ കറക്റ്റാണ് മിസ്റ്റർ രഞ്ജിത്തിന്റെ ഈ അവലോകനം അല്ലെങ്കിൽ അനാലിസിസ് വളരെ കറക്റ്റാണ്. എന്തുകൊണ്ടെന്നാൽ SSF അല്ലെങ്കിൽ ആ പ്രദേശത്തെ മൗണ്ടൻ ബ്രിഗേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈനികർക്ക് പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവിടെ അവരുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ചെയ്യുവാനുള്ള ഒരു ശക്തിയുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതാണ് ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ചൈനയ്ക്ക് കാര്യമായ ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു സമാധാനത്തിന്റെ ഒരു ചർച്ചയിലേക്ക് ഒരു വഴി തുറക്കുക എന്നുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആൻഡ് സ്ട്രാറ്റജിക് രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു നയതന്ത്രമാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സെപ്റ്റംബർ 10 ഉദ്ദേശിച്ചിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി സെപ്റ്റംബർ 10 മോസ്കോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ പരിപൂർണമായിട്ട് സോവിയറ്റ് യൂണിയൻ ഒരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഷാങ്ഹായ് SCCOയുടെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന ദൗത്യത്തിൽ പങ്കുവഹിക്കുന്ന പ്രധാന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് റഷ്യ, മറ്റൊന്ന് ചൈന, മറ്റൊന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് ഇന്ത്യ. ഈ ബാക്കി കസാക്കിസ്ഥാനും കിർഗിസിസ്ഥാനും അതുപോലെയുള്ള ചെറിയ രാഷ്ട്രങ്ങൾക്ക് വോയിസ് ഇല്ലെങ്കിൽ തന്നെ ഈ പ്രത്യേക ചർച്ച നടക്കുമ്പോൾ റഷ്യൻ ഭരണകൂടം എന്ത് നടപടി സ്വീകരിക്കുന്നുള്ളത് വളരെ തന്ത്രപ്രധാനമാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ കെ വി തോമസ് തുടരുക. ശ്രീ കേണൽ ഡിന്നി, ഞാൻ ഈ ചോദിച്ച ചോദ്യം, അതായത് ഈ നമ്മുടെ ഈ ഫോഴ്സുകളുടെ ഒരു പ്രത്യേകത, അവിടെ പ്രവർത്തിച്ചുള്ള പരിചയം, ചൈനയുടെ സാങ്കേതിക വിദ്യ അത് വളരെ വലുതാണ്. പക്ഷേ നമ്മളെക്കാളൊക്കെ മുന്നിലായിരിക്കാം. അവർക്ക് പണക്കൊഴുപ്പുണ്ട്, ശക്തമായ രാഷ്ട്രമാണ്, സൈനിക തലത്തിലൊക്കെ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഫോഴ്സിന്റെ ഒരു വല്ലാത്ത പലതരത്തിലുള്ള ഒരു അനുഭവ പരിചയം അത് ഈ തരത്തിൽ ഒരുപാട് ഗുണം ചെയ്ത് കാണുമല്ലോ സ്വാഭാവികമായി മേഖലകളിൽ. അതെ ശ്രീ രഞ്ജിത്ത്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ദ മാൻ ബിഹൈൻഡ് ദ മെഷീൻ ഇസ് മോർ ഇമ്പോർട്ടന്റ്. അതായത് മെഷീൻ എത്ര നല്ലതായാലും ശരി, പക്ഷെ അത് പ്രവർത്തിക്കുന്ന ആരാണോ അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുപോലെ ടെക്നോളജിയെക്കാട്ടിയും നമുക്ക് അസെറ്റ് ആയിട്ടുള്ളത് നമ്മൾ അവിടെ തന്നെ സൺ ഓഫ് ദ സോയിൽ കോൺസെപ്റ്റ്, അതായത് ആ ലോക്കൽ ആളുകളെ വെച്ചിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യാറുണ്ട്. അപ്പൊ ആ ലോക്കൽസ് ആയിട്ട് തന്നെ ഉള്ള ആ ട്രൂപ്സിനെ അവിടെ വെച്ച് തന്നെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഏരിയയെ കുറിച്ച് നന്നായിട്ട് അറിയാം.
അവർക്ക് അവിടെ ഉള്ള ക്ലൈമറ്റും വെതറുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. നമ്മളെ പോലെ ഇവിടുന്ന് സീ ലെവലിൽ നിന്ന് പോകുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് ബോഡി അക്ലിമറ്റൈസ് ചെയ്യാൻ ടൈം എടുക്കും. പക്ഷെ അവിടുത്തെ ആളുകൾ തന്നെ അവിടുത്തെ സൈന്യം മാറുമ്പോൾ അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വളരെയേറെ കൂടുതലാണ്. മൂന്നാമത് നമ്മൾ ഈ ഒരു ട്രൂപ്സിന്റെയും ഒരു ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് ഒരു സൈന്യത്തിനും ഇല്ലാത്ത ഒരു ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് ആണ് ഭാരതത്തിന്റെ സൈന്യത്തിനുള്ളത്. അതായത് മൗണ്ടൻ വാർഫെയർസ്, കാർഗിൽ ആയാലും ശരി, മറ്റുള്ള ഏതൊരു രീതിയിലുള്ള കോമ്പാറ്റ് എക്സ്പീരിയൻസ്, അതായത് എപ്പോഴും നമ്മൾ ഓപ്പറേഷൻസ് ആണ്. കാശ്മീരിലായാലും ശരി, നോർത്ത് ഈസ്റ്റിലായാലും ശരി, ഭാരതത്തിന്റെ സൈന്യം എപ്പോഴും ഓപ്പറേഷൻസ് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ അഡ്വാൻറ്റേജസ് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസിനെ മറികടക്കാനുള്ള ഒരു രീതിയായിട്ട് മാറും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇതെല്ലാം ഏത് ഏരിയയിലാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 17,000 ഫീറ്റിലാണ്. അപ്പൊ മൗണ്ടൻസ് എപ്പോഴും അവിടെ നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറക്കാൻ വലിയ പാടാണ്. അപ്പൊ നമ്മളൊരു നയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി നമ്മൾ ഒന്ന് തിരിച്ചു, പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതിന്റെ കാരണം ഈ മൗണ്ടൻസിന്റെ കൂടെ ഉള്ള ഒരു റോളും കൂടെ. തീർച്ചയായും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ സൈന്യത്തിന്റെ മുന്നിലുണ്ട്. നമ്മുടെ സൈന്യം ആ തരത്തിൽ ഇത്തവണ പ്രതിരോധിക്കുകയും ചെയ്തു, ചൈനയെ ആ തരത്തിൽ തുരത്തുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീ കെ വി തോമസ്, ഇന്റലിജൻസ് ബ്യൂറോ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഒപ്പം കേണൽ എസ് ഡെന്നി എന്നിവർ ഈ കഴിഞ്ഞ അരമണിക്കൂറായി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും നന്ദി. ഈ പ്രത്യേക ചർച്ച അവസാനിക്കുന്നു. നമസ്കാരം.